നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്ലാനുകൾ ഉള്ളവരാണ്. എന്നാൽ നിങ്ങളുടെ പ്ലാനുകൾ സക്സസ് ആകണമെങ്കിൽ ഇന്നത് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറയുന്ന ഒരു ഭാഗം നമുക്ക് സദൃശ്യവാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സദൃശ്യവാക്യങ്ങൾ 16 അധ്യായം 3 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: നിന്റെ പ്രവൃത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നമ്മുടെ ഉദ്ദേശങ്ങൾ സാധിക്കുവാൻ വേണ്ടി ദൈവവചനം പറയുന്ന ഒരു കാര്യമാണിത്. നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിന്റെ കരത്തിൽ കൊടുക്കണം. ദൈവം നിങ്ങളെ എക്സ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് നമ്മിലൂടെ പ്രവർത്തിക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ മുമ്പാകെ അവൈലബിൾ ആകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതയാത്ര നാം മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ വാക്കുകൾ കേട്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നാം മുന്നേറുകയാണോ, അതോ നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ ഹിതം എന്താ എന്ന് തിരിച്ചറിഞ്ഞ് ദൈവശബ്ദത്തിനായി നാം ചുവടുകൾ വെക്കുവാൻ തയ്യാറാകുന്നുണ്ടോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒരിക്കലും പരാജയപ്പെടണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതയാത്രയിൽ നാം പരാജയപ്പെടുന്നുണ്ട് എങ്കിൽ ഈ ദൈവത്തോട് നാം ഒന്ന് ചോദിക്കണം: ദൈവമേ, എന്റെ ജീവിതത്തിലെ ഏതൊക്കെ മേഖലകളിലാണ് ഞാൻ ക്രമീകരിക്കേണ്ടത്? ഏതൊക്കെ മേഖലകളിലാണ് എന്റെ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് നാം ദൈവത്തോട് സംസാരിക്കുവാൻ തയ്യാറാകുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ മേഖലകളിലും ദൈവ സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞ് ദൈവമുഖത്തേക്ക് നാം നോക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതയാത്രയിൽ തീർച്ചയായും നാം ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞ് ഉള്ളതാകണം നമ്മുടെ ജീവിതം. ഈ ദൈവത്തിന്റെ മനസ്സ് അറിഞ്ഞ് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം തീർച്ചയായും ദൈവിക പ്രൊവിഷനുകൾ അനുഭവിക്കും. 1 പത്രോസ് 5 അധ്യായം 6 വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി നിങ്ങളെ ദേശത്ത് മാനിക്കണമെന്ന്. അതിനായി നാം ചെയ്യേണ്ടത് ദൈവത്തിന് അവൈലബിൾ ആയി ദൈവത്തോട് കണക്ട് ചെയ്ത് നാം നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കണം എന്നതാ. ദൈവത്തിന്റെ ബലമുള്ള കരത്തിന്റെ കീഴെ നാം ആയിരിക്കുമ്പോൾ ദൈവിക പരിരക്ഷ നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. മാത്രമല്ല നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവസ്നേഹം തിരിച്ചറിഞ്ഞ് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് കഴിയും. തൊട്ടടുത്ത വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. ആരോടും പറയുവാൻ പറ്റാത്ത വിഷയങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഇന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ദൈവം നിങ്ങൾക്കായി കരുതുന്നവനാ. ഇന്ന് നിങ്ങളുടെ സകല ചിന്താകുലവും ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്നും നമുക്കായി ജീവിക്കുന്ന, നിങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തിന്റെ കരത്തിൽ അവൈലബിൾ ആയി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഭാരപ്പെടുന്ന വിഷയങ്ങൾ, മറ്റാരോടും പറയുവാൻ കഴിയാത്ത വിഷയങ്ങൾ, നമ്മുടെ ഉറക്കം കളയുന്ന വിഷയങ്ങൾ, ഇനി എന്താകും എന്ന് നമ്മെ ചിന്തിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും ഈ ദൈവത്തിന്റെ കരത്തിലേക്ക് ഇന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ ഒരു ദൈവിക സമാധാനം നിങ്ങൾ അനുഭവിക്കും. ദൈവിക പദ്ധതികളിലേക്ക് നിങ്ങൾ മാറ്റപ്പെടും. പ്രിയ ദൈവത്തിലെ ദൈവം നമ്മെ എക്സ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നാം ഈ ദൈവത്തിൽ നിന്ന് ഒത്തിരി അകലെയാണ് എന്നതുകൊണ്ട് മാത്രം പലപ്പോഴും ദൈവിക നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ദൈവത്തിന്റെ അടുക്കലേക്ക് ഒരു മടങ്ങി വരവിനായി ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവനാണ്. ഈ ദൈവത്തോട് ചേർന്ന് നാം ജീവിതം മുന്നോട്ട് നയിക്കുമ്പോൾ ഈ ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അതെ, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതയാത്രയിൽ ഓരോ നിമിഷവും നാം കാണുക തന്നെ ചെയ്യും. ഇന്ന് നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മെ പുലർത്തുവാൻ മതിയായവനായ, സകലത്തിന്റെ മേലും നിയന്ത്രണമുള്ള ഈ ദൈവത്തിന്റെ കരത്തിൽ നമ്മുടെ ആകുല ചിന്തകളും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ ലോക ജീവിതത്തിൽ ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. ദൈവം ചെയ്ത നന്മകളെ നാം ഒന്ന് ഓർക്കണം. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തുവാൻ മതിയായവനാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ ദൈവത്തെ കണ്ണുമടച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം. അതികഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ നാം വിഷമിക്കാറുണ്ട്. എന്നാൽ ഒരിക്കലും നമ്മെ കൈവിടാത്ത ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിത മേഖലകളിൽ നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതെ, രാജാതിരാജാവും കർത്താതി കർത്താവുമായ ഈ ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിത മേഖലകളിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയും. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്ത് ദൈവമേ പ്രവർത്തിക്കണമേ എന്ന് പറയുന്നതിലുപരി ഒരു നിമിഷം എന്നെ കുറിച്ച് എന്താ ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ഈ ദൈവശബ്ദത്തിനു വേണ്ടി നാം ചുവടുകൾ വെക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നാം കാണുക തന്നെ ചെയ്യും. അതെ, ഇന്നും
ജീവിക്കുന്ന ഈ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കണമെന്ന് ഈ ദൈവം ആഗ്രഹിക്കുന്നു. അതെ, ആരൊക്കെ കൈവിട്ടാലും, ആരും കൂടെ ഇല്ല എങ്കിലും ഈ ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിടുകയല്ല. ഈ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതയാത്രയിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെല്ലാം ഈ ദൈവത്തിന് മുമ്പാകെ ഒന്ന് ഇറക്കി വെച്ച് കരുതുന്ന, സ്നേഹിക്കുന്ന ഈ ദൈവത്തിന്റെ കരുതലും സ്നേഹവും നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. പെറ്റമ്മ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ കൈവിട്ടാലും, നിങ്ങളെ മാറോട് ചേർക്കുന്ന, നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് തീർച്ചയായും നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുവനുണ്ട്. നിങ്ങളെ കൈവിടാത്ത ഒരു നാഥനുണ്ട്. സ്വപുത്രനെ ആദരിക്കാതെ നമുക്കായി നമ്മുടെ പാപത്തിന് പരിഹാരമായി യാഗമാകുവാൻ ഈ ദൈവം അനുവദിച്ചെങ്കിൽ, പ്രിയ ദൈവത്തിലെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ പരാജയത്തിൽ നിന്ന് ഒരു വിജയത്തിലേക്ക് ദൈവം നടത്തുവാൻ മതിയായവനാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പരാജയപ്പെട്ട, നിങ്ങൾ നിന്ദിക്കപ്പെട്ട അതേ സ്ഥലത്ത് തന്നെ ഈ ദൈവം മാനിക്കുവാൻ മതിയായവനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പണം കൊണ്ട്, നമ്മുടെ സ്വാധീനം കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് നേടുവാൻ കഴിയും. എന്നാൽ നമ്മുടെ പണത്തിനോ സ്വാധീനത്തിനോ ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം എത്ര ബലഹീനരാണ് എന്ന് മനസ്സിലാക്കുക. ഇന്ന് നമുക്കുള്ളതിൽ ഒന്നും പ്രശംസിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് ദയ കാണിക്കുന്ന ക്രിസ്തുവിൽ ഒന്ന് പ്രശംസിക്കുവാൻ നമുക്ക് ഇടവരണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന ദേശത്ത് നിങ്ങൾ ഒരു അനുഗ്രഹമാകുവാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരികയാണ്. ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അങ്ങ് അറിയുന്നു. ദൈവവചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവമേ, ഇവരുടെ പ്രവൃത്തികൾ അങ്ങയുടെ മുമ്പാകെ ഏൽപ്പിച്ചു തരുന്നത് കൊണ്ട് ഇവരുടെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ സാധിക്കട്ടെ. ഇവർ കൈവെക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരൊരു അനുഗ്രഹമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. സകലമാനം മഹത്വം അങ്ങേക്ക്. സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു കൂടെയുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരികയല്ല. ക്രിസ്തുവിലുള്ള സന്തോഷം നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾ അനുഭവിക്കണമെന്ന് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊരു അനുഗ്രഹമാകും. നിങ്ങൾ അനേകർക്ക് ഒരു അടയാളമായി മാറും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.